ഹിന്ദി വന്ദേമാതരം വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയെ കൈയൊഴിയുകയാണ് ലോക് ഭവൻ. വന്ദേമാതരം ആലപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് ലോക് ഭവൻ വ്യക്തമാക്കി. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി കത്തയച്ചത് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. കേൾക്കാം. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കത്തയച്ചത് എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ പുതിയ വിശദീകരണം. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ആരുടെ നിർദ്ദേശമാണ് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ചീഫ് സെക്രട്ടറി ഒന്ന് പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് രാജ്ഭവനിൽ നിന്നാണ്, ലോക് ഭവനിൽ നിന്ന് ഗവർണറുടെ നിർദ്ദേശം എന്നുള്ളതാണ്. ലോക് ഭവൻ അത് തള്ളുകയാണ്. നിർദ്ദേശമാണോ താല്പര്യമാണോ എന്നതാണ് നമുക്കറിയേണ്ടത്. മധു, കഴിഞ്ഞ മാസം 14-നാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ആ കത്തിൽ പറഞ്ഞത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികൾ വന്ദേ മാതരം ആലപിക്കണം. ആ കത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ ഒന്ന് മാത്രമാണ്. ആ കത്തടിസ്ഥാനമാക്കിയാണ് ചീഫ് സെക്രട്ടറി നേരെ തദ്ദേശ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കത്തയച്ചത്. അത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്ദേ മാതരം ആലപിക്കുന്നത് മുഴുവനായി ആലപിക്കണമെന്ന ഒരു നിർദ്ദേശം. അതാണ് ഈ നിർദ്ദേശവും ആ കത്തുമൊക്കെ വിവാദമായി മാറിയത്. ഈ കത്ത് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ആ കത്ത് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ അത് വെള്ളിയാഴ്ച വൈകിട്ടോടെ പുറത്തുവിട്ട കത്താണ്. അത് പ്രതിപക്ഷം ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. പ്രതിപക്ഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ എതിരെ വലിയ വിമർശനം ഉയർത്തുകയും ചെയ്തു. അതിൽ സർക്കാരിന്റെ അറിവോടെയാണ് ഇത്തരം നീക്കമെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തി. അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ഇതിൽ കാരണക്കാരൻ ഗവർണറാണ്, ലോക് ഭവന്റെ നിർദ്ദേശമാണ് ഈ കത്തിന് പിന്നിലെന്ന്. അതേസമയം തന്നെ ഈ കത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം, സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ കത്തും അടക്കം ചെയ്താണ് തദ്ദേശ സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി ഈ കത്ത് കൈമാറിയത്. ഏതായാലും ഇത് വിവാദമായി ആളിക്കത്തുമ്പോൾ ഇനി സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേ മാതരം ആലപിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് എല്ലാ കാലത്തും പൂർണ്ണമായും വന്ദേ മാതരം ആലപിക്കുന്നതിന് എതിരാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യപ്രതിജ്ഞ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അതിന് പിന്നാലെ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൂർണ്ണമായും വന്ദേ മാതരം ആലപിക്കാത്തത് ഗവർണർക്ക് അസംതൃപ്തിയുണ്ടാക്കി. ഗവർണർ തന്റെ അനിഷ്ടം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്, സ്പീക്കറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമോ എന്ന ആശങ്ക കൊണ്ടാണോ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇത്തരമൊരു കത്ത് തദ്ദേശ സെക്രട്ടറിക്ക് നൽകിയത് എന്നത് പ്രധാനമാണ്. ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ചീഫ് സെക്രട്ടറി കത്തെഴുതിയത്? കാരണം ഇങ്ങനെ ഒരു കത്തെഴുതുമ്പോൾ അത് വിവാദമാകുമെന്ന് ചീഫ് സെക്രട്ടറിക്ക് അറിയാം, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ചീഫ് സെക്രട്ടറി സ്വന്തം താല്പര്യപ്രകാരം, തന്നിഷ്ടപ്രകാരം തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചീഫ് സെക്രട്ടറി പറഞ്ഞത് എന്നാണ് മന്ത്രിമാരടക്കം പറയുന്നത്. ഈ സർക്കാർ നയം പിന്നെ ആര് നടപ്പിലാക്കും? റോഷിപാൽ, ചീഫ് സെക്രട്ടറി നടപ്പിലാക്കില്ല, വകുപ്പ് സെക്രട്ടറിമാർ നടപ്പിലാക്കില്ല, ഏറ്റവും കീഴുദ്യോഗസ്ഥർ പോലും നടപ്പിലാക്കില്ല, പിന്നെ ആര് നടപ്പിലാക്കും? മധു, സർക്കാരിന്റെ നിലപാടുകൾ, സർക്കാരിന്റെ നയപരിപാടികൾ നടപ്പിലാക്കാനുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. സർക്കാരിന്റെ തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാൻ ഉത്തരവായി പുറത്തിറക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് കേന്ദ്ര സർക്കാരിന്റെ കത്താണെങ്കിൽ പോലും അതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി അങ്ങനെ തേടിയിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. കാരണം ഈ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്നത് അത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് വിദ്വേഷമുണ്ടാക്കും, രാജ്യത്ത് വിദ്വേഷമുണ്ടാക്കുമെന്ന ഒരു അഭിപ്രായമാണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്നതിനെതിരാണ്. പക്ഷേ അതിന്റെ പ്രധാനപ്പെട്ട തുടക്കത്തിലെ ഭാഗങ്ങൾ മാത്രം ആലപിക്കുന്നത് അനുകൂലമാണ് കോൺഗ്രസ് അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതുകൊണ്ടാണ് കേരളത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അങ്ങനെ അത് പാതി ഭാഗം മാത്രം ആലപിച്ചത്. പക്ഷെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി അത് പാർലമെന്റിൽ പാസ്സാവുകയും പിന്നീട് അത് നിയമമായി വരികയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് അതിൽ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ഒപ്പുവെച്ച് നിയമമാക്കി മാറ്റിയത്. നേരെ മറിച്ച് ഈ കേന്ദ്ര സർക്കാർ അയച്ച കത്തിലോ സംസ്ഥാന ചീഫ് സെക്രട്ടറി അയച്ച കത്തിലോ എവിടെയും ദേശീയഗാനമായ ജനഗണമന പാടാനോ അതിനെക്കുറിച്ചോ ഒരു നിർദ്ദേശവുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ട് അവിടെ വന്ദേ മാതരത്തിന്റെ കാര്യം മാത്രം പരാമർശിക്കുന്നു, ദേശീയ ഗാനത്തെക്കുറിച്ച് പരാമർശിക്കാത്തത് എന്താണെന്ന ചോദ്യം കൂടി പൊതുസമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞു. പക്ഷെ ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. കാരണം സർക്കാർ ഈ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. കാരണം ഈ കത്ത് ആദ്യം
വരുന്നത് ജൂലൈ 14-ന് കേന്ദ്ര സർക്കാർ അയക്കുന്നു. ഈ മാസം 6-ാം തീയതിയാണ് ചീഫ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറി ടിങ്കു ബിസ്വാലിന് കത്തയക്കുന്നത്. അതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ JD അത് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ എങ്ങനെയാണ് അതിന്റെ പ്രോട്ടോകോൾ എന്ന രീതിയിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ചീഫ് സെക്രട്ടറിയുടെ സുപ്രധാനമായ കത്ത് വന്നിരിക്കുന്നത്. കത്തിൽ ഏറ്റവും ഒടുവിൽ ചീഫ് സെക്രട്ടറി പറയുന്നത് അതിൽ ഒരു തെറ്റുമില്ല, വ്യക്തത കുറവില്ല, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ അത്തരമൊരു കത്തയച്ചത് എന്നാണ്. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ആ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിൽ പക്ഷേ ഇത് മുഴുവനുമായും ആലപിക്കണം എന്നതില്ലല്ലോ, പിന്നെ എന്തിനാണ് കോൺഗ്രസ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം ചോദിക്കുകയും ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ലോക്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം ആണ് എന്നാണ്. പക്ഷേ അങ്ങനെ ലോക്ഭവനിൽ നിന്നൊരു നിർദ്ദേശവും വന്നിട്ടില്ല എന്ന് ഗവർണർ അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നു.